C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്തു ജോലിയും ചെയ്യാം, നീ നോക്ക്. നീ അന്വേഷിച്ച് വിവരം പറ. ശരി. ഇതാരെയാ? എന്നെ കാണിക്കാനാണോ? എന്ത്? ഈ തൊഴിലന്വേഷണം ആരെയും കാണിക്കാനൊന്നുമല്ല, ജോലി ചെയ്യാൻ തീരുമാനിച്ചിട്ട് തന്നെയാ. ഇയാളിനി ജോലി ചെയ്തിട്ടാ ശാരികേച്ചിയുടെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്ന. 30 പവനെന്ന് പറഞ്ഞാലേ 1-2 അല്ല, 10-12 ലക്ഷം രൂപയാ. അല്ല, ഞാനൊന്ന് ശ്രമിച്ചു നോക്കിക്കോട്ടെ. ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ശ്രമിച്ചു നോക്കട്ടേന്ന്. അത്രയും പണം ഉണ്ടാക്കണമെങ്കിലേ ഇയാൾക്ക് ലോട്ടറി അടിക്കണം. ഇതിലും ഭേദം ചേച്ചി കല്യാണം കഴിക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരുന്നു. ഇതിപ്പോ ഭാര്യന്നൊരു ലേബലും കഴുത്തിലൊരു താലിമാലയും ഉണ്ടെന്ന് മാത്രം. അത് പലർക്കും അങ്ങനെ തന്നെയാണല്ലോ. അത് എന്നെ ഉദ്ദേശിച്ചല്ലേ ഇയാള് പറഞ്ഞത്? ഞാൻ ആരും ഉദ്ദേശിച്ചില്ല. ഞാൻ അതിൽ കയറി പിടിക്കണ്ട. നമ്മള് തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധമില്ലെങ്കിലേ അതിന്റെ കാരണം ഇയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത് തന്നെ ശാരികേച്ചിക്ക് വേണ്ടിയാ. അതും ഇയാള് കുട്ടിച്ചോറാക്കി കൈ തന്നല്ലോ. ശാരികേച്ചിയുടെ കല്യാണം നടന്നില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ കല്യാണം കഴിഞ്ഞ പെണ്ണെന്തിനാ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നെന്ന് ചോദിക്കുമ്പോ എന്ത് മറുപടി പറയും? അതെ, ഇയാളിങ്ങനെ അസ്ത്രം തുറക്കുന്ന പോലെ ചോദിച്ചോണ്ടിരിക്കണ്ട. ഞാൻ അതിനൊരു പോം വഴി നോക്കിക്കൊണ്ടിരിക്കുന്നേ. പോം വഴി നോക്കുന്നു? ആൾക്കാരെ വിരട്ടി പലിശ പിരിക്കാനല്ലാതെ ഇയാൾക്ക് എന്തെങ്കിലും അറിയോ? ദേഹം അനങ്ങി ഒരു ജോലി ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെ? ഞാൻ അമ്മ എന്ന പണം സ്വീകരിക്കണം എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. ശാരികേച്ചിയുടെ വിവാഹ ദിവസം ഇയാൾ ഇവിടുന്ന് പണം എടുത്ത് തരാൻ തുടങ്ങിയപ്പോ അമ്മ പറഞ്ഞ വാചകങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. സത്യഭാമയുടെ പണം, അത് കാക്കുന്ന കാവൽ നായ. അതിനുശേഷം ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോ പോലും എനിക്കൊരു അറപ്പ് തോന്നാറുണ്ട്. എന്റെ ഭർത്താവ് സ്വന്തമായി ഒരു ജോലി ചെയ്തെങ്കിലെന്ന് 1000 വട്ടം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നിട്ടാണോ ഇയാൾ എന്നെ കുറ്റം പറയുന്നേ? കുറ്റം പറഞ്ഞതല്ല, ഇയാളെ കൊണ്ടതിന് സാധിക്കില്ല എന്ന് പറഞ്ഞതാ. അത് ഇയാള് തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ശരി, എങ്കിൽ സ്വന്തമായി അധ്വാനിച്ച് 1000 രൂപ ഉണ്ടാക്കിക്കൊണ്ടുവാ ആദ്യം. അപ്പം ഞാൻ വിശ്വസിക്കാം. ശരി, ഏറ്റിരിക്കുന്നു. ഓവ്, ജോലി ചെയ്യുമ്പോ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ. ഇയാള് ചിരിക്കൊന്നും വേണ്ട. ഇനി സ്വന്തമായിട്ട് അധ്വാനിച്ച് 1000 രൂപയെങ്കിലും ഉണ്ടാക്കാതെ പച്ചവെള്ളം കൈകൊണ്ട് തൊടില്ല ഞാൻ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഒരു വാശി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി വെച്ചതാ. പണം ഉണ്ടാക്കാതെ പച്ചവെള്ളം കൈകൊണ്ട് തൊടില്ല എന്ന് പറഞ്ഞത് ഇത്തിരി കടന്നു പോയില്ലേ? എന്നാലും വേണ്ടായിരുന്നു. ആശാനെ വേണ്ടി ജോലി അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. എന്നിട്ട് ഒഴിവുള്ള സ്ഥലങ്ങൾ കുറവ് ആശാനെ. ഉള്ളിടത്താണെങ്കിൽ ആശാന് തരം ജോലികളില്ല. മനസ്സിലായില്ല. സത്യഭാമയുടെ മകന് കൊടുക്കാൻ എവിടെയും ജോലിയില്ല ആശാനെ. ജോലി കൊടുത്ത സത്യം എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ എന്ന് അവർക്ക് പേടി. അല്ല, അവരെ കുറ്റം പറയാനും പറ്റില്ല. പലയിടത്തും സത്യാമ്മ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആശാന് ജോലി കൊടുക്കരുതെന്ന്. പിന്നെ ആകെയുള്ളതൊരു ഗോഡൗണിലെ ജോലിയാണ്. അത് ആശാനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അല്ല, അവർക്കറിയോ ഞാൻ സത്യമാവിടെ മോനെന്ന്? അവരറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത്. അതിനെപ്പറ്റി ഞാനും സംസാരിച്ചില്ല. ഒരു ജോലി ചെയ്ത മതിയെങ്കിൽ അതുണ്ട്. പക്ഷേ എന്താടാ? ചുമടെടുപ്പാ. ആശാനെ കൊണ്ട്
ഞാൻ ഈ പണം ഒന്ന് ശാലിനിക്ക് കൊടുത്തോട്ടമ്മേ. അത് കൊടുത്ത് നമ്മുടെ വീടിന്റെ ആധാരം തിരിച്ചെടുക്കാം. എന്ത് അധികാരത്തിലാ നീ ഈ പണം അലമാരിയിൽ നിന്ന് എടുത്തോണ്ട് വന്നത്? അമ്മേ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഇത്. എന്റെ ചോരയും വിയർപ്പും. ആന്റി പറഞ്ഞത് മനസ്സിലായില്ലേ? ATM-ലെ സെക്യൂരിറ്റി അതിനുള്ളിലെ പണത്തിന്റെ മുതലാളി അല്ലാന്ന്. ചുരുക്കി പറഞ്ഞ ഒരു കാവൽ നായ. സത്യഭാമയുടെ പണം അത് കാക്കുന്ന കാവൽ നായ. അതിനുശേഷം ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോ പോലും എനിക്കൊരു അറപ്പ് തോന്നാറുണ്ട്. ആശാനെ ചുമടെടുക്കടാ. അതുകൊണ്ടെങ്കിലും എന്റെ മനസ്സിലുള്ള ചുമടൊന്ന് താഴ്ത്തി വെക്കാം. ആശാനെ കാര്യമായിട്ട് തന്നെയാടാ പറഞ്ഞേ. നിന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ ആ ജോലി ഒന്ന് എനിക്ക് സംഘടിപ്പിച്ചതാ. എന്നാലും ആശാനെ എടാ, ഇനിയിപ്പോ നിന്നോട് യാചിക്കേണ്ട അവസ്ഥ ഉണ്ടാവും എനിക്ക്. ആശാൻ ഇങ്ങനെ ചങ്കി കുത്തുന്ന വർത്തമാനെന്ന് പറയല്ലേ. ആശാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് ചെയ്തു തരാം ഞാൻ. ആശാന് പണത്തിന് ആവശ്യമെങ്കിൽ ഞാനും ദാസനൊക്കെ ചെയ്തോളാം ജോലി. കൃത്യമായി പണം അവിടെ എത്തിക്കുകയും ചെയ്യാം. വേണ്ട, സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അതിന്റെ വിലയൊന്നും വേറെടാ. നീ ഇപ്പോ മറ്റൊന്നും ആലോചിക്കണ്ട. സത്യഭാമയുടെ മകനായിട്ടൊന്നുമല്ല, ഇനിയെങ്കിലും വിഷ്ണുവായിട്ട് ജീവിക്കണോടാ. നീ എനിക്ക് പറ്റുമെങ്കിൽ ജോലി ഒന്ന് സംഘടിപ്പിച്ചതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.